പറഞ്ഞ കാര്യം സോഷ്യൽ മീഡിയയിൽ അടക്കം ഇന്ന് രാവിലെ മുതൽ വരുന്നുണ്ട്. സ്റ്റാറ്റസ് അടക്കം ഇവരെ ബ്രദേഴ്സും കാര്യങ്ങളൊക്കെ ഇന്ന് രാവിലെ എല്ലാവരും കണ്ടതാണ്. പക്ഷെ ഇവരൊരു കാര്യം ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് ഒരു പ്രായമായ അമ്മയും 2 കുട്ടികളെ ഇവിടെ നിർത്തി. നേരത്തെ ബാക്കിൽ സ്റ്റേഷനിൽ നിന്നും സുനിലിനെ വിളിച്ച് പറഞ്ഞ കാര്യമാണ്. അതായത് വരുന്ന സമയത്ത് ഇവർക്ക് വേണ്ട രീതിക്ക് കാര്യങ്ങൾ ആ ഒരു പ്രോമിസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് എല്ലാവർക്കും നമസ്കാരം. അഭീത ബന്ധങ്ങൾ എത്ര കുടുംബങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ടെന്നറിയാമോ? ഈ കല്യാണത്തിന് മുന്നേ പലർക്കും, അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, പല അഫെയറുകളും കാണാറുണ്ട്. ഓക്കെ, അതിനിപ്പോ സർവ്വസാധാരണമാണ്. ഇപ്പൊ നിങ്ങൾക്കായാലും ആർക്കായാലും എനിക്കായാലും ആർക്കായാലും ഒക്കെ ചിലപ്പോൾ കാണും. പക്ഷെ നമ്മൾ അറ്റ്ലീസ്റ്റ് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇമാതിരി അപരാധങ്ങൾക്ക് പോകാതിരിക്കുക. ഇപ്പൊ നിങ്ങളുടെ പാർട്ട്ണർ ശരിയല്ല, എന്നെ ഉപദ്രവിക്കുന്നു, എന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ തേങ്ങയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഓക്കെ, നിയമപരമായിട്ട് പിരിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേറെ ബന്ധങ്ങളിലോട്ട് പോകാം. അല്ലാണ്ട് ഒരു ബന്ധത്തിലിരുന്നു കൊണ്ട് മറ്റൊരു ബന്ധം സ്ഥാപിക്കുന്നത് തന്തയില്ലായ്മ എന്ന് പറയും. ഓക്കെ, അതിപ്പോൾ റിലേഷൻഷിപ്പ് ആയാലും ശരി, കല്യാണം കഴിഞ്ഞാലും ശരി, ഈ അവിഹിതങ്ങൾ ഉണ്ടാവുന്നത് സർവ്വസാധാരണമാണ്. ഇന്ന് കാലത്ത് നടക്കുന്നുണ്ട്. അത് ശരിയാണെന്നല്ല ഞാൻ വാദിക്കുന്നത്. പക്ഷെ കല്യാണത്തിന് മുന്നേയൊക്കെ ആണെങ്കിൽ വീണ്ടും കുഴപ്പമില്ലെന്ന് പറയാം. അല്ലാണ്ട് കല്യാണം കഴിഞ്ഞ് ഒരു കുടുംബജീവിതം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം അവിടെ പോയിട്ട് ഒരുമാതിരി മറ്റേടുത്ത പരിപാടി കാണിച്ച് അവിഹിതം ഉണ്ടാക്കുന്നത് തന്തയില്ലായ്മ തന്നെയാണ്. ഒറ്റ വാക്കിൽ ഉത്തരം പറയാം. അപ്പോൾ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാസർഗോഡ് ശ്രീജയും സുനിലും. അപ്പോൾ ശ്രീജ എന്ന് പറയുന്ന ആ യുവതി അവരുടെ ഭർത്താവായിട്ടുള്ള സുനിലിന് അഭീത ബന്ധമുണ്ട് എന്നാണ് ശ്രീജ പറയുന്നത്. ഓക്കെ, ഇവിടെ ശ്രീജയുടെ വെർഷൻ മാത്രമേ കേൾക്കാൻ സാധിച്ചിട്ടുള്ളൂ. ശ്രീജ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ശ്രീജ നടത്തിക്കൊണ്ടിരുന്ന ഒരു ബിസിനസ് ഉണ്ട്. ആ ബിസിനസ് സാമ്രാജ്യം ഇപ്പോൾ സുനിലിന്റെ കസ്റ്റഡിയിലാണ്. പ്രത്യേകിച്ച് അവന്റെ പേരിലായിരുന്നു ബിസിനസ്സും കാര്യങ്ങളും, ആരുടെ? സുനിലിന്റെ പേരിൽ. അതുകൊണ്ട് തന്നെ ബിസിനസ് സാമ്രാജ്യം എല്ലാം ഇപ്പോൾ സുനിലിന്റെ കയ്യിലാണ്. എന്നാൽ നിയമപരമായിട്ട് പോരാടി അത്യാവശ്യം ശ്രീജ ആ വീട്ടിൽ താമസിക്കാനുള്ള ഒരു ഇത് എടുത്ത്, നിയമത്തിന്റെ വശത്തുനിന്ന് പോരാടി എടുത്തു. പക്ഷേ നിയമത്തിന്റെ വശത്തുനിന്ന് പോരാടി ആ വീട്ടിൽ ശ്രീജയ്ക്കും മക്കൾക്കും താമസിക്കാനുള്ള അവകാശം നേടിയെടുത്തെങ്കിലും അതേ അവകാശം സുനിലിനുള്ള സ്ഥിതിക്ക് സുനിൽ അകന്ന ബന്ധുക്കളെയും മറ്റു ബന്ധുക്കളെയും മറിച്ച ബന്ധുക്കളെയും എല്ലാം അവിടെ കൊണ്ടുവന്ന് താമസിച്ചിപ്പിച്ച് അലങ്കോലാക്കുന്നുണ്ട് എന്നത് മറ്റൊരു വാസ്തവം. അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ ശ്രീജ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കേൾക്കാം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. ശ്രീജ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടെ സുനിലിന്റെ വർഷം നമ്മൾ കേട്ടിട്ടില്ല. ശ്രീജ പറയുന്ന കാര്യങ്ങൾ മാത്രമേ അറിയാവൂ. എന്തായാലും സുനിലിന്റെ വർഷനും കൂടി വരികയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. പിന്നെ ശ്രീജ പറയുന്ന വെച്ചിട്ട് സുനിലിന് അവിഹിത ബന്ധങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ശ്രീജ ഈ ബന്ധം വേണ്ട എന്ന് തീരുമാനിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് എന്തായാലും കേൾക്കാം. എന്തിയ സംഭവം അറിയില്ല. പോലീസുകാർ വരുമ്പോഴത്തേക്ക് ഇവരൊന്നരപ്പാടെ കരിയുന്നു. പോലീസുകാർ വരുമ്പോ കരിഞ്ഞിട്ടേറ്റ് എന്തെല്ലോ കാണിച്ചു കൂട്ടുന്നു പിള്ളറും ഇവരും അമ്മച്ചിയും. അത് കഴിഞ്ഞിട്ടേറ്റ് ഇവർ വേറെ എന്റെ തരത്തിൽ പെരുമാറുന്നത്. 2 സ്വഭാവം. ഞാൻ പോലീസുകാരോട് പറഞ്ഞത് ഞാൻ ഇത് എന്ത് നോക്കിയിട്ടേറ്റ് തീരുമാനിക്കുക. ഞാനായിട്ടൊന്നും പറയുന്നില്ല, എങ്ങനെ നോക്കി ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ ഫുഡ് ഞാനിപ്പോ അവിടുന്ന് മേൽപ്പറമ്പ് ഗോൾഡെന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവർക്ക് വെള്ളം എന്തെങ്കിലും കൊടുക്കണ്ടേ, പിള്ളേർ നേരത്തെ വന്നില്ലേ, അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആ കുട്ടി ചെയ്താണ്ടില്ലേ, ഭക്ഷണ പദാർത്ഥമാണ് ഒരേ തക്കാളീനെ എടുത്ത് കളഞ്ഞു. ഇതൊക്കെയാ അതായത് ഭക്ഷണമാക്കാൻ ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഭക്ഷണമാക്കാൻ പോകുന്നെന്ന് പറഞ്ഞിട്ടേറ്റ് അവർക്ക് എന്തെങ്കിലും ചപ്പാത്തി എന്തെങ്കിലും കറിയാക്കുമെന്ന് പറഞ്ഞിട്ടേറ്റ് ഇരുന്നിട്ടുണ്ടായിരുന്നു. അതിനെല്ലാരും കൂടിയിട്ടേറ്റ് അടുക്കളയിൽ കയറിയിട്ടേറ്റ് ഇവ ആ കുഞ്ഞു വരെ എടുത്ത് കളഞ്ഞത് കണ്ടില്ലേ. ഇതാണ് അവസ്ഥ, പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കറിയില്ലല്ലോ. ഇവരിപ്പോ പെങ്ങളും കൂടി വന്നിട്ടുണ്ട്, സുമ എന്ന് പറഞ്ഞിട്ട് അവരും വന്നിട്ടുണ്ട്. എല്ലാരും കൂടിയിട്ടേറ്റുള്ള ഇതാ അനങ്ങുന്നില്ല. എല്ലാം അപ്പുറം ഉണ്ട്, അടുത്ത് മാറ്റാനൊരു പറ്റിയ അവസ്ഥയല്ലല്ലോ. ഇത് ആക്കിയിട്ട് അടുക്കളയിൽ ഇതിങ്ങനെ നിൽക്കുന്നല്ലേ നോക്കി. ഓക്കെ, ശ്രീജ ഈ പറയുന്ന വീട്ടിൽ കയറി താമസിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അധികാരം കോടതി വഴി നേടിയപ്പോൾ സുനിൽ എന്ത് ചെയ്തു? സുനിലിന് അവകാശമുള്ളതുകൊണ്ട് കണ്ട ബന്ധുക്കളെയും കടയാടികളെയും എല്ലാം പിടിച്ച് അവിടെ താമസിപ്പിക്കാൻ അങ്ങ് കയറ്റിയിരുത്തി. സത്യം പറഞ്ഞ തൊട്ടിപ്പരിപാടിയാണ് കാണിച്ചത്. അവൾക്ക് ജീവിക്കാനുള്ള ഒരു വകുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സാണ്. നീ അവിഹിതം ഉണ്ടാക്കാൻ പോയിട്ട് അവസാനം അവൾക്ക് കിട്ടിയ നന്നാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന വേറൊരു പോക്കൃത്തനാണ്. പിന്നെ ശ്രീജയുടേതാണ് ഈ ബിസിനസ്സും കാര്യങ്ങളും, എന്നിട്ട് അത് സുനിലിന്റെ പേരിലാണ്. എന്തു പറയാൻ, സ്നേഹവും പ്രേമമൊക്കെ മൂത്തുന്ന സമയത്ത് എൻ്റെ ഇട്ടായുടെ പേരിൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി ഒപ്പിട്ടായിരിക്കും. അവനവൻ്റെ സാധനങ്ങൾ അവനവൻ്റെ പേരിലിരിക്കണം, അല്ലെങ്കിൽ അവസാനം ഇതുപോലെ അടന്ന് മലക്കമറിയാം. ഇനി ഇതൊന്നുമല്ല, തീർന്നില്ല, കുറേ ഉണ്ട്, കാര്യങ്ങൾ ഒരുപാടുണ്ട്. ജസ്റ്റിസ് നീതി എവിടെ, നീതി വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീജ മക്കളൊക്കെ ആയിട്ടുള്ള
പോസ്റ്റൊക്കെ വെച്ചുകൊണ്ട് ശ്രീജ ഒരുപാട് വീഡിയോസ് ഇറക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കേൾക്കാം, ശ്രീജയ്ക്ക് പറയാനുള്ള വെർഷൻ കേൾക്കാമല്ലോ, എന്നിട്ട് നമുക്ക് സുനിലിൻ്റെ കേൾക്കാം. ഇതാണോ നീതി? ഒരു സ്ത്രീയുടെ പോരാട്ടത്തിന്റെ സത്യാവസ്ഥ. ഇതൊരു സാധാരണ കുടുംബ പ്രശ്നത്തിന്റെ കഥയല്ല. നീതി തേടി നിയമത്തെ വിശ്വസിച്ച ഒരു സ്ത്രീക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങളുടെ കഥയാണ്. 2026 ജൂലൈ 20 എൻ്റെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനുമായി ഞാൻ ആദ്യം ബന്ധപ്പെട്ടു. എൻ്റെ വീട്ടിലും കുടുംബത്തിലും ഉണ്ടായിരുന്ന ഗുരുതരമായ പ്രശ്നങ്ങളും ഞാൻ നേരിട്ടുന്ന ബുദ്ധിമുട്ടുകളും പോലീസിനോട് വിശദീകരിച്ചു. എന്നാൽ അന്ന് എന്നോട് പറഞ്ഞത് ഇതൊരു ഫാമിലി ഇഷ്യൂ ആണ്, ഡിവോഴ്സ് കേസ് ഇതിനടുത്തും കോടതിയിൽ പെൻഡിംഗ് ആണ്, അതുകൊണ്ട് സ്റ്റേഷനിൽ നിന്ന് പ്രത്യേകമായി ഇടപെടാൻ കഴിയില്ല. അഡ്വക്കേറ്റിനെ കണ്ടിട്ട് കോടതി മുഖേന മുന്നോട്ട് പോകണം. അവരുടെ വാക്കുകൾ വിശ്വസിച്ച് ഞാൻ അവിടെ നിന്ന് മടങ്ങി. പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ എൻ്റെ സാഹചര്യം വിശദീകരിച്ച് ഞാൻ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ്, ഡയറക്ട് പോലീസ് ചീഫ്, ഡിസ്ട്രിക്ട് പോലീസ് ചീഫ്, വുമൺസ് സെൽ എന്നിവിടങ്ങളിലേക്ക് ഇമെയിൽ വഴി പരാതി നൽകി. തുടർന്ന് വുമൺസ് സെല്ലിൽ നിന്ന് എന്നെ വിളിപ്പിച്ചു. അവിടെ എന്നെയും എൻ്റെ ഭർത്താവ് സുനിലിനെയും ഒരുമിച്ച് വിളിച്ച് ഞങ്ങളുടെ ഭാഗങ്ങൾ കേട്ടു. ആ സമയത്ത് ഭാര്യയ്ക്കും കുട്ടികൾക്കും വീട്ടിൽ സുരക്ഷിതമായി താമസിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്ന് അദ്ദേഹത്തോട് അധികൃതർ ആവശ്യപ്പെട്ടു. പക്ഷേ ആ സൗകര്യം ഒരുക്കാൻ അദ്ദേഹം സമ്മതിച്ചില്ല. കാര്യങ്ങൾ മനസ്സിലാക്കിയ അധികൃതർക്ക് പോലും സാഹചര്യം എത്രത്തോളം ഗുരുതരമാണെന്ന് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് പ്രൊട്ടക്ഷൻ ഓർഡർ ഇല്ലാതെ ഞാൻ വീട്ടിലേക്ക് തിരികെ പോകരുതെന്നും അഡ്വക്കേറ്റിനെ കണ്ട് പ്രൊട്ടക്ഷൻ ഓർഡർ നേടുന്നതിനുള്ള നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും എന്നോട് നിർദ്ദേശിച്ചത്. ഞാൻ അവരുടെ വാക്കുകൾ വിശ്വസിച്ചു, നിയമത്തെ വിശ്വസിച്ചു, അധികൃതരെ വിശ്വസിച്ചു. എൻ്റെ ഇമെയിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട ഹയർ ഓഫീഷ്യൽസിനോടും കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്നും അഡ്വക്കേറ്റിനെ കണ്ട് പ്രൊട്ടക്ഷൻ ഓർഡർ നേടുന്നതിനുള്ള നിയമസഹായം തേടണമെന്ന് അറിയിക്കാമെന്നും അതിൽ ഇമെയിലായി അറിയിക്കാമെന്നും പറഞ്ഞതിനു ശേഷമാണ് ഞാൻ കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ നിന്നും മടങ്ങിയത്. അവിടെ നിന്നുള്ള നിർദ്ദേശവും ഇതേ രീതിയിലായിരുന്നു. അഡ്വക്കേറ്റിനെ കണ്ട് കോടതിയെ സമീപിക്കുക, പ്രൊട്ടക്ഷൻ ഓർഡർ ഉൾപ്പെടെയുള്ള നിയമപരമായ പരിഹാരം തേടുക. ഈ നിർദ്ദേശങ്ങൾ വിശ്വസിച്ചാണ് ഞാൻ അഡ്വക്കേറ്റിനെ സമീപിച്ചത്, കോടതിയെ സമീപിച്ചു. ഏകദേശം 1 മാസത്തെ നിയമ നടപടികൾക്ക് ശേഷം എനിക്ക് പ്രൊട്ടക്ഷൻ ഓർഡർ ലഭിച്ചു. ആ പ്രൊട്ടക്ഷൻ ഓർഡർ ഞാൻ പ്രിന്റ് എടുത്ത് സുനിലിനെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും നേരിട്ട് കാണിച്ചു. അവിടെ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെയും ആ കോടതി ഉത്തരവ് കാണിച്ചു. അതായത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും കോടതി നൽകിയ സംരക്ഷണ ഉത്തരവിനെ കുറിച്ച് വ്യക്തമായി അറിയാമായിരുന്നു. കോടതി ഉത്തരവിന്റെ പകർപ്പ് കണ്ടിട്ട് പോലും ഈ ആക്രമം ശരിയാണോ? എന്നാൽ അവിടെ ഞാൻ നേരിട്ടത് അതിനേക്കാൾ ഭീകരമായ സാഹചര്യമായിരുന്നു. എനിക്കും എൻ്റെ കുട്ടികൾക്കും അവിടെ സുരക്ഷിതമായി താമസിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. എന്നെ ആക്രമിക്കുകയും മർദ്ദിക്കുകയും ചെയ്തതായി ഞാൻ ആരോപിക്കുന്നു. സ്ഥിതി നിയന്ത്രണാതീതമായപ്പോൾ ഞാൻ വീണ്ടും സഹായത്തിനായി ബന്ധപ്പെട്ടു. വുമൺ സെല്ലിലേക്ക് വിളിച്ചു, 112ലേക്ക് വിളിച്ചു, ബേക്കൽ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു. പോലീസും മെഡിക്കൽ സഹായവും എത്താൻ വൈകുന്ന സാഹചര്യത്തിൽ എന്നെ സംരക്ഷിക്കാൻ എൻ്റെ ബന്ധുവായ സഹോദരനെ വിളിച്ചു. എൻ്റെ അഡ്വൈസറായ പ്രിയയും എന്നെ സംരക്ഷിക്കാനായി അവിടേക്ക് എത്തി. പക്ഷേ എന്നെ സംരക്ഷിക്കാനായി എത്തിയ എൻ്റെ സഹോദരനും പ്രിയയ്ക്കും നേരെയും ആക്രമണം ഉണ്ടായി. സത്യാവസ്ഥ സംഭവ സ്ഥലത്ത് നിന്ന് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിയിട്ടും അവരുടെ വീഴ്ചയായിട്ടും എങ്ങനെ ഇവർ പിന്നീട് കുറ്റക്കാരായി മാറി? ഒരു സ്ത്രീയെ ആക്രമിച്ച സംഭവമായി പോലും ഇതിനെ പരിഗണിക്കാതെ, അതിന്റെ ഗൗരവം പരിശോധിക്കാതെ അവർക്കെതിരെ തന്നെ പരാതി സ്വീകരിച്ച് കേസ് രജിസ്റ്റർ ചെയ്തതാണ് ഇന്ന് എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്നത്. എന്റെ ചോദ്യം, എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? എന്നെ സംരക്ഷിക്കാൻ എത്തിയവർക്കെതിരെ തന്നെ കേസ് എങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെട്ടു? അവർ നേരിട്ട ആക്രമണം ഒരു പ്രശ്നമായി പോലും പരിഗണിക്കപ്പെടാത്തത് എന്തുകൊണ്ട്? ഒരു സ്ത്രീയെ ആക്രമിക്കുന്നത് ഒരു പ്രശ്നമല്ല. ഒരു സ്ത്രീയെ അവളുടെ ഭർത്താവ് ആക്രമിച്ചാൽ അതൊരു ഫാമിലി ഇഷ്യൂ മാത്രമാണോ? ഒരു സ്ത്രീയെ മറ്റൊരു സ്ത്രീ ആക്രമിച്ചാലും അതിന് നിയമപരമായ ഗൗരവമില്ലേ? ഒരു കുട്ടിയെ പോലും ഈ സംഭവത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതും ഒരു പ്രശ്നമായി പരിഗണിക്കേണ്ടതില്ലേ? പ്രായമെത്താത്ത ഒരു കുട്ടിയോട് ഒരു പെണ്ണിനെ തല്ലാൻ പറയുന്ന സുനിലും കുടുംബവും നീതി അർഹിക്കുന്നു? ഇവയെല്ലാം ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. എന്റെ കൈവശം സംഭവത്തിന്റെ ഫോട്ടോകളും വീഡിയോകളും ഉൾപ്പെടെയുള്ള തെളിവുകളുണ്ട്. ഇതൊരു ചെറിയ വാക്കുതർക്കമോ കുടുംബ വഴക്കോ ആയിരുന്നില്ല. എന്നിട്ട് എന്നെ സംരക്ഷിക്കാൻ എത്തിയവർക്കെതിരെ കേസ്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഒരു സ്ത്രീക്ക് നീതി ലഭിക്കാൻ നിയമത്തെ വിശ്വസിക്കാമോ? ഞാൻ കോടതി ഉത്തരവ് കയ്യിലെടുത്തു വന്നു. അത് സുനിലിനെയും കുടുംബാംഗങ്ങളെയും കാണിച്ചു, അവിടെ എത്തിയ പോലീസിനെയും കാണിച്ചു. എല്ലാവർക്കും അറിയാമായിരുന്നിട്ടും എനിക്കും എന്നെ സംരക്ഷിക്കാൻ എത്തിയവർക്ക് നേരിടേണ്ടി വന്നത് ഇതാണെങ്കിൽ ഞാൻ ഇനി ആരെ വിശ്വസിക്കണം? ഞാൻ നിയമത്തെ വിശ്വസിച്ചു, പോലീസിനെ വിശ്വസിച്ചു, വനിതാ സെല്ലിനെ വിശ്വസിച്ചു, കോടതിയെ വിശ്വസിച്ചു. അവരുടെ നിർദ്ദേശപ്രകാരം അഡ്വക്കേറ്റിനെ സമീപിച്ചു. അവരുടെ നിർദ്ദേശപ്രകാരം പ്രൊട്ടക്ഷൻ ഓർഡർ നേടി. പക്ഷെ പ്രൊട്ടക്ഷൻ ഓർഡർ ഉണ്ടായിട്ടും സംരക്ഷണം ലഭിച്ചില്ലെങ്കിൽ ഒരു സ്ത്രീ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇതിലും വേദനാജനകമായ കാര്യം, ഇതുവരെ പരാതി സ്വീകരിക്കാൻ കഴിയില്ലെന്നും കോടതിയെ സമീപിക്കണമെന്നും പറഞ്ഞ അതേ സാഹചര്യത്തിൽ ഇപ്പോൾ എനിക്കെതിരായും എന്നെ സംരക്ഷിക്കാൻ എത്തിയ എൻ്റെ സഹോദരനും അഡ്വൈസർ പ്രിയയ്ക്കുമെതിരെയും കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു.
അപ്പോൾ എൻ്റെ ചോദ്യം, ഇതാണോ നീതി, ഇതാണോ നിയമം, ഇതാണോ സ്ത്രീകൾക്ക് ലഭിക്കുന്ന സംരക്ഷണം? നീതി തേടി മുന്നോട്ട് വന്ന ഞാൻ തന്നെ കുറ്റക്കാരിയാകുമ്പോൾ ഒരു സാധാരണ സ്ത്രീ ഇനി ആരെ വിശ്വസിക്കണം? എനിക്ക് പ്രതികാരം വേണ്ട, എനിക്ക് നീതി വേണം, എനിക്ക് സുരക്ഷ വേണം, എനിക്ക് കുട്ടികൾക്ക് സുരക്ഷ വേണം, എന്നെ സഹായിക്കാൻ എത്തിയവർക്കും നീതി വേണം. ഞാൻ ഒരു സ്ത്രീ മാത്രമല്ല, ഞാനൊരു അമ്മയാണ്. എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിക്കണം, അവർക്ക് വേണ്ടി ഞാൻ നിൽക്കണം, അവർക്ക് വേണ്ടി ഈ പോരാട്ടം തുടരേണ്ടതുണ്ട്. എത്ര വലിയ സമ്മർദ്ദം ഉണ്ടായാലും ജീവിതം അവസാനിപ്പിക്കുന്നത് ഒരു പരിഹാരമല്ല. എൻ്റെ മക്കളെ വിട്ട് ഞാൻ പോകില്ല. പക്ഷെ ഇന്ന് ഞാൻ ചോദിക്കുന്നു, ഒരു സ്ത്രീ നീതി തേടി നിയമത്തിന്റെ വാതിൽക്കൽ എത്തുമ്പോൾ അവൾക്ക് സംരക്ഷണം നൽകേണ്ടത് ആരാണ്? കോടതി ഉത്തരവുണ്ടായിട്ടും സംരക്ഷണം ലഭിക്കാത്ത ഒരു സ്ത്രീയുടെ ഉത്തരവാദിത്തം ആരുടേതാണ്? അവളെ സംരക്ഷിക്കാൻ എത്തിയവർക്കെതിരെ തന്നെ കേസ് വന്നാൽ അവൾ ഇനി ആരെ വിശ്വസിക്കണം? എൻ്റെ ചോദ്യങ്ങൾക്ക് ഇനി ഉത്തരമില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത് തുടരും. കാരണം ഇത് എൻ്റെ മാത്രം പോരാട്ടമല്ല, നീതിക്കായി ശബ്ദമുയർത്തുന്ന ഓരോ സ്ത്രീയുടെയും പോരാട്ടമാണ്. ചോദ്യങ്ങൾ ഒരുപാട്, ഉത്തരങ്ങൾ ഇനിയും കാത്തിരിക്കുന്നു. ഇതാണോ നീതി? ഇന്നലെ SP ഓഫീസിൽ പോയ സമയത്ത് നീതി കിട്ടിയെന്ന് വിചാരിച്ചു. കുട്ടികളുടെ മുന്നിൽ പറഞ്ഞ കാര്യങ്ങൾ ഈ നിമിഷം വരെ ഒന്നും നടന്നിട്ടില്ല. ഒരു നീതിയും കിട്ടിയിട്ടില്ല, ഒരു സംരക്ഷണവും കിട്ടിയിട്ടില്ല. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ആരിത് പറയും? ഓക്കെ, ഇവിടെ ശ്രീജ പറയുന്നത് കേൾക്കുമ്പോൾ ഇവരുടെ ഭാഗത്ത് ന്യായമുള്ളതായിട്ട് തന്നെയാണ് എനിക്കും ഫീൽ ചെയ്യുന്നത്. ഇനി വെർഷൻ എന്ന് പറയുന്ന പോലെ സുനിലിന്റെ ഭാഗം എന്താണെന്ന് അറിയില്ല. പക്ഷേ ഇവര് കുറെ വീഡിയോസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇവർ നിസ്സായ അവസ്ഥയിൽ നിന്നാണ് ഈ സംസാരിക്കുന്നത്. നാളെ ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിസ് ഫോർ ശ്രീജ ആൻഡ് പിള്ളേരെന്ന് പറഞ്ഞുകൊണ്ട് ഹാഷ്ടാഗ് വിട്ട് ഇറങ്ങുന്നതിനേക്കാളും ഇന്ന് അവർക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും സംസാരിക്കണം. ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകണം. അതന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇതിന്റെ സത്യം പുറത്തു വരണം. ന്യായം അവരുടെ പക്ഷത്താണെങ്കിൽ ജനങ്ങളെല്ലാം അവരോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടി സംസാരിക്കണം. ഇവിടെ ഒരുപാട് സ്ത്രീകൾ, അല്ലെങ്കിൽ ഇനിയും ഒരുപാട് സ്ത്രീകൾ ഇതിന്റെ അപ്പുറം ഫേസ് ചെയ്യാൻ ഉള്ള ഇതൊക്കെയാണ്. അത് ഇനിയും ഫേസ് ചെയ്യും. ഇതിന്റെ അപ്പുറത്തുള്ള പരിപാടികളൊക്കെ നടക്കും. പക്ഷെ നമ്മുടെ കൺമുന്നിൽ ഒരു കേസ് വന്ന് പെട്ടിട്ട് നമ്മളത് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് വിടേണ്ടതല്ല. ഇവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കണം. ഓരോരുത്തരും സംസാരിക്കണം. ഇവരുടെ ഭാഗത്ത് ന്യായമുണ്ട്, സത്യമുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടി മാത്രം സംസാരിക്കണം. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ചില നാറിയ ഭർത്താക്കന്മാർ അവിഹിതങ്ങളും പിടിച്ച് അങ്ങനെ ഇങ്ങനെ അവരാധിച്ച് നടന്നിട്ട് അവസാനം ഇതുപോലത്തെ മറ്റേടുത്ത പരിപാടികളൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ ചില സ്ത്രീകളും അപരാധങ്ങൾ കാണിച്ച് പോകാറുണ്ട്. ഭർത്താക്കന്മാരെ തേച്ചിട്ട് കണ്ട കാമുകൻ്റെ ഒളിച്ചോടുന്ന ചരിത്രമുണ്ട്. ഓക്കെ, പക്ഷെ ഇവിടെ ഈ ശ്രീജ ഗതി കെട്ടിട്ടാണ്, വേറെ ഒരു വഴിയും ഇല്ലാണ്ട് ഇനി നിക്കക്കളിയില്ല എന്നുള്ളൊരവസ്ഥ വന്നത് കൊണ്ടാവണം മേ ബി ഇങ്ങനെ ഒരു ഇതിലോട്ട് ഇറങ്ങി തിരിച്ചതെന്ന് തോന്നുന്നു. ഓക്കെ, സോഷ്യൽ മീഡിയയിലൂടെ ഫൈറ്റ് ചെയ്യാം, ജനങ്ങളെ അറിയിക്കാം എന്നവർക്ക് സ്വയമേ തോന്നിയതാവാം മേ ബി. കാരണം അത്രയ്ക്ക് അവർ സഫർ ചെയ്യുന്നുണ്ട്. കുറേ വീഡിയോസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബ്ലർ ചെയ്തിട്ടൊക്കെ അവരടി വാങ്ങുന്നതും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവർക്ക് വേണ്ടി സംസാരിക്കുക എന്നതാണ് എനിക്ക് ഫെയറായിട്ട് തോന്നുന്നത്. പിന്നെ സുനിലിൻ്റെ വെർഷൻ കേട്ടിട്ടില്ല, അതും കൂടി കുറച്ചൊന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ നാളെ ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം ജസ്റ്റിസ് ഫോർ ശ്രീജ എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. പറയുന്നുണ്ടെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരണം. ഈ സ്ത്രീ ഇത്ര അനുഭവിച്ചിട്ടുണ്ട്, ഇവരെ ഈ പട്ടിക്ക് തുല്യം ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവിടുത്തെ നിയമവ്യവസ്ഥയും നിയമപാലകരും ഒന്നും ഇടപെടുന്നില്ല? ഇതൊരു സാധാരണ കുടുംബ പ്രശ്നമല്ലേ എന്ന് പറഞ്ഞ് എന്തിനാണ് ഇങ്ങനെ എഴുതിത്തള്ളുന്നത്? നാളെ വല്ല റെയിൽവേ ട്രാക്കിലും കിടന്നു കഴിഞ്ഞാൽ അപ്പം പോവും, അന്ന് കേസെടുക്കാനായിട്ട് പോവും. അവർ അനുഭവിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ, ആ കഷ്ടത അനുഭവിക്കുന്ന ആ ഒരു അവസരത്തിൽ വന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും തിരിഞ്ഞു നോക്കാൻ വയ്യ. വല്ലാത്ത കഷ്ടം ഉള്ള കാര്യം പറയാമല്ലോ. ഇനി തുടർന്ന് അവർ പറയുന്നുണ്ട്, കേൾക്കാം. അറിയാത്ത എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ് ഇന്നലെ എന്തായിരുന്നു പ്രശ്നം എന്ന്. ചുരുക്കി പറഞ്ഞ ഒരു ഡിവോഴ്സാണ് പ്രശ്നം. പക്ഷെ നിയമത്തിന്റെ വഴിക്ക് പോയിട്ട് പ്രൊട്ടക്ഷൻ ഓർഡറും കാര്യങ്ങളൊക്കെ എടുത്തു. ഇത്രയും കാലം ഞാൻ ഉണ്ടാക്കിയതെല്ലാം, അതായത് രാത്രി പകലാക്കി കഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ഓഫീസ് അടക്കം ആളെ പേരിൽ എഴുതി വെക്കേണ്ടി വന്നു. അതൊരു കുടുംബം എന്ന നിലയിലായിരുന്നു കാര്യങ്ങളൊക്കെയും ചെയ്തത്. അതിന് വേറൊരു വിള്ളൽ വരില്ല. എത്ര അനുഭവിച്ചാലും അതിന് കൊടുക്കുന്ന ഒരു വാല്യൂ ആയിരുന്നു അത്. മക്കൾക്ക് അതായത് ഡിവോഴ്സായ അച്ഛനും അമ്മയും നിന്നും പറയുമ്പം എന്തായിരിക്കും സമൂഹം പറയാം. അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് അവസാനം എല്ലാം കയ്യിൽ നിന്ന് പോയി. അവസാനം ജീവിക്കാൻ വരെ പറ്റാത്ത അവസ്ഥയിൽ എന്നെയും മക്കളെയും ജീവിക്കാൻ സമ്മതിക്കൂല, കൊല്ലുന്നു വരെ എത്തി. ആ സമയത്താണ് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നത്. അതായത് എല്ലാ വാതിലും അടഞ്ഞപ്പോഴാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവർ വന്നത്. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക, മാക്സിമം ഈ വീഡിയോ പടരട്ടെ. അതുപോലെ സുനിലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പുറത്തു വരട്ടെ. സുനിലിന് എന്തെങ്കിലും പറയാനുണ്ട്, ഇവരത്ര മോശ സ്ത്രീയാണോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സുനിൽ പറയും. എന്തെങ്കിലുമൊക്കെ ന്യായീകരിച്ച് മെഴുകാതിരിക്കാൻ ചാൻസ് ഇല്ല. എന്തായാലും അവരുടെ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം കേട്ടോ. ഇവർ ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റ്
എല്ലാവരും ചോദിച്ച ചോദ്യം എന്താണ് യഥാർത്ഥ പ്രശ്നം? ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളുടെ ഡിവോഴ്സ് കേസ് കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ സുരക്ഷയ്ക്കായി പ്രൊട്ടക്ഷനും ഓർഡറും ലഭിച്ചിട്ടുണ്ട്. വർഷങ്ങളോളം രാത്രിയിലും പകലിലും അധ്വാനിച്ച് ഞാൻ പടുത്തുയർത്തിയ പല കാര്യങ്ങളും മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റിയതും ഒടുവിൽ ഓഫീസിൽ നിന്നും വീട്ടിൽ നിന്നും ഞാനും മക്കളും മാറി നിൽക്കേണ്ടി വന്നതുമാണ് ഇന്നത്തെ സാഹചര്യത്തിലേക്ക് എത്തിച്ചത്. എല്ലാം നഷ്ടപ്പെട്ടാലും സാരമില്ലെന്ന് വിചാരിച്ചു. പക്ഷെ അവസാനം ഞാനും എൻ്റെ മക്കളും ജീവിക്കാൻ പോലും അവകാശമില്ലാത്ത അവസ്ഥയിലെത്തി. അതുകൊണ്ടാണ് ഞാൻ നിയമപരമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. ഇത് ആരെയും കുറ്റപ്പെടുത്താനുള്ള കഥയല്ല, സത്യവും തെളിവും സഹിതം നിയമപരമായി മുന്നോട്ട് പോകുന്ന ഒരു പോരാട്ടമാണ്. ഇതിൻ്റെ സത്യാവസ്ഥ ഒരിക്കലും ലോകം അറിയുക. എത്ര വർഷം കഴിഞ്ഞാലും സത്യം പുറത്തു വരും. ഇപ്പോൾ ഞാൻ പറയുന്നത് പാർട്ട് 1 മാത്രം. ഇനി ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ വീതം കഥയാകല്ല, തെളിവുകളുണ്ട്, നിങ്ങളോട് തുറന്ന് സംസാരിക്കും എന്ന് പറഞ്ഞ് ഇവർ തന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, കാര്യങ്ങൾ പറയുന്നുണ്ട്. തുടർന്നും അവർ കുറേ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 1-2 വീഡിയോസ് ഞാൻ കൊടുക്കാം. ക്യാമറ ഇങ്ങോട്ടേക്ക് ബാക്കിലേക്ക് ആക്കി. ഹലോ, ഞാൻ ഉച്ചയ്ക്ക് ലൈവിൽ വരും എന്നുള്ളത് പറഞ്ഞതാണ്. പക്ഷെ എന്ത് വെച്ചെന്ന് പറഞ്ഞാല് ലൈവോ വീഡിയോസ് ഒന്നും ചെയ്യാൻ പാടില്ല, ആ രീതിക്ക് പ്രകോപനം ഉണ്ടാക്കാൻ പാടില്ല എന്ന് ബേക്കൽ സ്റ്റേഷനിൽ പറഞ്ഞതുകൊണ്ടാണ് ആ തരത്തിലുള്ള ഒരു കാര്യം വേണ്ടാന്ന് വെച്ചിട്ടായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ ഇവര് നമ്മൾ വരുന്ന സമയത്ത് തന്നെ പ്രീ പ്ലാൻ ആയിരുന്നു. എന്തെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ഇന്നലെ പറഞ്ഞ കാര്യം സോഷ്യൽ മീഡിയയിൽ അടക്കം ഇന്ന് രാവിലെ മുതൽ വരുന്നുണ്ട്. സ്റ്റാറ്റസ് അടക്കം ഇവരെ ബ്രദേഴ്സും കാര്യങ്ങളൊക്കെ ഇന്ന് രാവിലെ എല്ലാവരും കണ്ടതാണ്. പക്ഷെ ഇവരൊരു കാര്യം ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് ഒരു പ്രായമായ അമ്മയും 2 കുട്ടികളെയും ഇവിടെ നിർത്തി. നേരത്തെ ബാക്കിൽ സ്റ്റേഷനിലും സുനിലിനെ വിളിച്ച് പറഞ്ഞ കാര്യമാണ്. അതായത് വരുന്ന സമയത്ത് ഇവർക്ക് വേണ്ട രീതിക്ക് കാര്യങ്ങൾ ആ ഒരു പ്രോമിസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് ഞാൻ കുട്ടികളെയും കൊണ്ട് വന്നത്. പക്ഷെ വന്നിട്ടാകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു എന്താ പറയാ, അവരെ അസ്ഥിരം പരിപാടി, ഒരു ഡ്രാമ തന്നെയാണ് ഇവിടെ നടക്കുന്നുള്ളത്. എന്തെന്ന് പറഞ്ഞാല് ഇൻ കേസ് 2 കുട്ടികളും ഒരു അമ്മയും പ്രായമായ അമ്മയും ഉള്ള സമയത്ത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് തരത്തിലാ പോവുക കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അങ്ങനെ ഒരു എന്തോ പ്രീ പ്ലാൻ ചെയ്തിട്ടാണ് ഇതുവരെ എല്ലാം ചെയ്ത കാര്യങ്ങൾ അതുപോലെ തന്നെ ഒരു പ്രീ പ്ലാൻ ചെയ്തിട്ടായിട്ടാണ് ഇവർ പോകുന്നുള്ളത്. എന്തോ സംതിങ് പോലീസ് വരാന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളായി വെയിറ്റ് ചെയ്യുന്നുള്ളത്. 112ലേക്ക് വിളിച്ചു, 181ലേക്ക് വിളിച്ചു, അവർ കണക്ട് ചെയ്യാന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇൻ കേസ് നമ്മൾ ആരെങ്കിലും റിലേറ്റീവ്സ് ആണ് വരുന്നതെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് മൊത്തത്തിലൊരു പ്രശ്നമായി കഴിയാനാണോ വെയിറ്റ് ചെയ്യുന്നത്, എന്താ കാര്യങ്ങളൊന്നും അറിയില്ല. ഇതിനിടയിൽ ഈ വണ്ടിയുടെ ഒരു പ്രകോപനം ഇപ്പൊ കഴിഞ്ഞു. എന്തെന്ന് പറഞ്ഞാൽ വണ്ടി സുനില് പാർക്കിങ്ങിൽ സ്പേസ് ഉണ്ടായിട്ട് പോലും പുറത്തേക്ക് വണ്ടി നീക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്, വണ്ടി വെക്കാൻ പറ്റാത്ത രീതിക്ക്. അപ്പൊ നോർമലി നമ്മൾ വെക്കുന്നത് പോലെ ഇതിന്റെ അടുത്തൊക്കെ നിയർ ആയിട്ടുള്ള അവരുടെ റിലേറ്റീവ്സിന്റെ, അതായത് കഴിഞ്ഞ ദിവസം അടിതരാനൊക്കെ വന്നില്ല, അവരുടെ റിലേറ്റീവ്സിന്റെ സ്ഥലം തന്നെയാണ് ചുറ്റുവട്ടത്തൊക്കെ ഉള്ളത്. അവിടെ നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ വണ്ടി കൊണ്ടുപോയി വെച്ചു. ആ കൊണ്ടുപോയി വെച്ചതിന് അവര് ലാസ്റ്റ് നമ്മൾ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അടിക്കുകയും ഒരു മോശമായ രീതിയിലും പെരുമാറിയ അവരുടെ അച്ഛന്റെ ജ്യേഷ്ഠം വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഭയങ്കരം ഒരു നമ്മളൊരു പ്രകോപനം നമുക്ക് സൃഷ്ടിക്കുന്ന രീതിക്കുള്ള വണ്ടി എടുക്കാൻ പറ്റിയില്ല, ഇപ്പൊ എടുക്കണം, ഗൾഫിൽ നിന്ന് അവരെ മകൻ സുരേഷ് വിളിച്ചിട്ടുണ്ട്, അത് ഇത്രയും പെട്ടെന്ന് എടുത്തേ പറ്റൂ, അവൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇപ്പൊ വണ്ടി എടുക്കണം, വണ്ടി എടുത്തില്ലെങ്കിൽ ഞാൻ തീരുമാനാക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതാക്കിയിട്ടാ പോയത്. അപ്പൊ ആ സമയത്ത് ഞാൻ നാച്ചുറൽ എന്താ ചെയ്യുക, ഇതുവരെ വീഡിയോ എടുക്കാൻ നിന്നില്ല. ആ സമയത്ത് വീഡിയോ ഓൺ ചെയ്തു, അങ്ങോട്ടേക്ക് ഒരു കാര്യത്തിനോ സംസാരത്തിനോ പോവാതെ വീഡിയോ ഓൺ ചെയ്തു, വീഡിയോ ഇതാക്കി. അതിനിടയിൽ ആ ഒരു കൊച്ചുകുട്ടി ഉണ്ടല്ലോ നമ്മൾ അന്ന് പറഞ്ഞത്, മിക്കവാറും ആ കുട്ടിക്ക് എന്തായാലും കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരും. എന്തെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇത്ര ചെറുപ്പത്തിലേ പഠിപ്പിക്കുക എന്ന് പറയുന്ന വലിയൊരു ടെൻഷനുള്ള കാര്യമാണ്. എന്തെന്ന് പറഞ്ഞാൽ ആ കുട്ടി അതിന്റെ ഇടയിൽ വന്നു, വാതിലടിച്ചു, എന്തൊക്കെയോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നുണ്ട്. പ്രായത്തിന്റെ പക്വത കുറവായിരിക്കാം, ഒന്നും അറിയാതെ ഇവരെന്താണോ ഇത്ര പ്രായത്തിന്റെ വ്യത്യാസത്തിൽ ഇവരെന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അത് കേട്ടിട്ടാണ് ആ കുട്ടി വരെ മുന്നോട്ട് പോകുന്നുള്ളത്. സങ്കടമാണ്. എന്തെന്ന് പറഞ്ഞാൽ എനിക്കും 2 മക്കളുള്ളതാ. ആ സമയത്ത് ഇങ്ങനൊരു കുട്ടി ഈ ഒരു തരത്തിൽ മാറാന്ന് പറയുന്നത് വല്ലാത്ത നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എനിവേ എന്തായാലും ഞാൻ ഇന്നിപ്പം ഇവിടെ ഇരിക്കുന്നുള്ളത് ഇവിടെ താമസിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിട്ടുള്ളത്. എന്ത് പ്രകോപനം ഉണ്ടായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് എത്രത്തോളം സപ്പോർട്ട് കിട്ടുമെന്ന് അറിയില്ല, അതിൽ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നുണ്ട്, കൂടാതെ നിങ്ങളിലും. ആ വിശ്വാസത്തിന്റെ പേരിൽ തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ഇവരുടെ ഭാഗത്ത് സത്യമുണ്ട്, ന്യായമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവർക്ക് നീതി ലഭിക്കേണ്ടത് തന്നെയാണ്. അത് വേറൊരു സത്യം കേട്ടോ. എന്തായാലും അത്യാവശ്യത്തിലധികം അവർ സഫർ ചെയ്യുന്നുണ്ട്. ആ വീട്ടിൽ തന്നെ കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടെങ്കിലും വലിഞ്ഞു കയറി അല്ലെങ്കിൽ വലിച്ചു കയറ്റിക്കൊണ്ടുവന്ന് കുറേ എണ്ണത്തിന് ഈ പറയുന്ന സുന്നി താമസിപ്പിക്കുന്നുണ്ട്. അതിനെയും കൂടി ഒഴിപ്പിക്കാനുള്ള ഒരു ഓർഡർ എന്തെങ്കിലും വാങ്ങിയിട്ട് ഈ പറയുന്ന പോലെ പോലീസുകാർ ഒഴിപ്പിക്കുകയാണ് വേണ്ടത്. കാരണം ആ സ്ത്രീക്കും കുട്ടികൾക്കും അവിടെ സേഫ്റ്റി ഇല്ല, സെക്യൂരിറ്റി ഇല്ല എന്ന് പറഞ്ഞ് എന്തെങ്കിലും പരാതി കൊടുത്തു നോക്കണം. മേ ബി ചിലപ്പോൾ എന്തെങ്കിലും നടക്കും, എനിക്കറിയത്തില്ല അതിന്റെ വകുപ്പ്. എന്തായാലും വളരെ കഷ്ടതയിലൂടെയാണ് ആ സ്ത്രീ കടന്നു പോകുന്നത്. നാളെ ഈ സ്ത്രീക്ക് എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം സംസാരിച്ചിട്ട് കാര്യമില്ല. ആ വീട്ടിൽ കിടക്കുന്ന കുറെ കണ്ട്രാവികളെല്ലാം അടിച്ചിറക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. കുറേ എണ്ണം വന്ന് കിടക്കുന്നുണ്ട്. അകന്ന ബന്ധവും ദൂരെ കൂടിയുള്ളതും സൈഡിൽ കൂടി തുപ്പിയതും എല്ലാം വന്ന് കിടപ്പുണ്ട്.
ഓക്കെ, അത് മനഃപൂർവ്വം കൊണ്ട് ഇട്ടതാണ്. കാരണം ശ്രീജയ്ക്ക് അവിടെ ഒരു മനസ്സമാധാനം കിട്ടരുത്, അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. എന്തായാലും സുനിൽ അണ്ണനുള്ള പാലും പഴവും നാട്ടുകാർ മിക്കവാറും ഇങ്ങനെയാണെങ്കിൽ തരും. അണ്ണനെ പിന്നെ അണ്ണനെ സപ്പോർട്ട് ചെയ്ത് ചിലവരൊക്കെ സംസാരിക്കുന്നുണ്ട്. അവരോട് ശ്രീജയ്ക്ക് ചോദിക്കാനുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്, ഒന്ന് കേൾക്കാം. ചില ചോദ്യങ്ങൾ. സുനിലിന്റെ വാക്കുകൾ മാത്രം കേട്ട് എന്നെക്കുറിച്ച് കഥകൾ ഉണ്ടാക്കുകയും സുനിൽ പാവമാണ്, എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അവളാണ് എന്ന് പറയുകയും ചെയ്യുന്ന ചിലരോട് എനിക്ക് ചില ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, സുനിലിന്റെ പേരിൽ ഞാൻ ഇത്രയും വർഷം സമ്പാദിക്കുകയും സ്വത്തുക്കളും സാമ്പത്തിക സുരക്ഷയും ഉണ്ടാക്കാൻ ഇത്രയധികം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഞാൻ തന്നെ എൻ്റെ ജീവിതം ഇത്രയും ബുദ്ധിമുട്ടിലാക്കേണ്ടത്? രണ്ടാമത്തെ ചോദ്യം, സുനിൽ ഇത്രയും സ്നേഹമുള്ള അച്ഛനാണെങ്കിൽ തൻ്റെ 2 പൊന്നു പോലെയുള്ള മക്കളെ, ഒരാൾ 16 വയസ്സും മറ്റൊരാൾ 9 വയസ്സും, സ്വന്തമായി കൂടെ നിർത്താനോ അവരുടെ ജീവിതത്തിനായി ഉത്തരവാദിത്തം ഏറ്റെടുക്കാനോ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? മൂന്നാമത്തെ ചോദ്യം, എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിച്ചിരുന്ന എൻ്റെ മക്കൾ ഇന്ന് പലതും ഉപേക്ഷിച്ച് സ്വന്തമായി ഒരു വീട് പോലും ഇല്ലാതെ, അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ എന്നോടൊപ്പം ജീവിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അച്ഛനൊപ്പം പോകാൻ അവർ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? അവരുടെ സ്വന്തം മനസ്സിലെ കാര്യങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നാലാമത്തെ ചോദ്യം, ഇതുവരെ ഒരു പാർട്ടി പ്രവർത്തനത്തിലോ ക്ലബ് പ്രവർത്തനത്തിലോ പൊതുപ്രവർത്തനത്തിലോ സജീവമായി ഇടപെടാതെ മാറി നിന്നിരുന്ന ഒരാൾ പെട്ടെന്ന് ഇത്രയധികം ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന് രാഷ്ട്രീയ പിന്തുണയും ഇടപെടലും നേടാൻ ശ്രമിച്ചതിന് പിന്നിലെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്? പാർട്ടി പ്രവർത്തനങ്ങളിൽ ഇതുവരെ സജീവമല്ലാതിരുന്ന ഒരാൾക്ക് വേണ്ടി ഇത്രയധികം ആളുകൾ മുന്നിൽ വരുന്നതും ഇത്രയും രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുന്നതും എന്തുകൊണ്ടാണ്? സുനിൽ യഥാർത്ഥത്തിൽ ഒരു പാർട്ടി നയത്തിൽ വിശ്വസിച്ച് പാർട്ടിക്ക് വേണ്ടി വർഷങ്ങളായി പ്രവർത്തിച്ചിരുന്ന ഒരാളാണോ? അങ്ങനെയാണെങ്കിൽ ഇതുവരെ അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനം എവിടെയായിരുന്നു? അതിലും പ്രധാനമായി ഈ രാഷ്ട്രീയ ഇടപെടൽ നടത്തുന്നതിന് മുൻപ് ഞങ്ങളുടെ കുടുംബ പ്രശ്നത്തിന്റെ യഥാർത്ഥ പശ്ചാത്തലം എന്താണെന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ഇരുവശത്തെയും കേട്ടിട്ടുണ്ടോ? കുട്ടികളുടെ അവസ്ഥയും അവരുടെ അഭിപ്രായവും ആരെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അടിസ്ഥാന സത്യാവസ്ഥ പോലും അന്വേഷിക്കാതെ ഒരാളുടെ മാത്രം വാക്ക് കേട്ട് ഒരു കുടുംബ പ്രശ്നത്തിൽ രാഷ്ട്രീയമായി ഇടപെടുന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നു? അഞ്ചാമത്തെ ചോദ്യം, ഞാൻ ശരിക്കും ഇത്രയും മോശപ്പെട്ട ഒരാളാണെങ്കിൽ എന്തുകൊണ്ടാണ് സ്വന്തം മക്കൾ പോലും എന്നെ വിട്ടുപോകാൻ തയ്യാറാകാത്തത്? എന്നെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് ഒരു വശത്തിന്റെ മാത്രം കഥ കേൾക്കാതെ എൻ്റെ മക്കളുടെ മനസ്സും അവരുടെ അനുഭവങ്ങളും കൂടി കേൾക്കണം. എനിക്ക് ആരോടും വൈരാഗ്യമില്ല. എനിക്ക് വേണ്ടത് ഒരേ ഒരു കാര്യം മാത്രം, സത്യം അറിയപ്പെടണം. കാരണം വർഷങ്ങളായി മിണ്ടാതിരുന്ന ഒരാളുടെ നിശബ്ദതയെ ദൗർബല്യമായി കാണരുത്. ഒരു അമ്മയുടെ സഹനത്തിനും ഒരു പരിധിയുണ്ട്. ഇവരുടെ ഗതികേട് കൊണ്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇവർക്ക് ഇറങ്ങേണ്ടി വന്നത് എന്നാണ് എനിക്കിതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഒരു മണ്ടത്തരം ഇവരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഇവർ സമ്പാദിച്ച സ്വത്ത് അല്ലെങ്കിൽ ഇവർ സമ്പാദിച്ചുണ്ടാക്കിയ ബിസിനസ് സാമ്രാജ്യം എന്ന് തന്നെ പറയാം. അത് എന്തിനാണ് ഈ ഭർത്താവ് സുനിലേട്ടൻ്റെ പേരിലാക്കിയെന്നുള്ളൊരു ചോദ്യം മാത്രമേ എനിക്കുള്ളൂ. ഇത് സ്നേഹം മൂത്ത് നിൽക്കുമ്പോൾ, പ്രണയമൊക്കെ മൂത്ത് നിൽക്കുമ്പോൾ ചെയ്യുന്ന പരിപാടിയാണ്. അറിയാം, മനസ്സിലായി, മണ്ടത്തല്ല. നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പേരിലായിരിക്കണം. അല്ലെങ്കിൽ നാളെ അത് വിഷയമാവും. നമ്മൾ വിചാരിക്കും എല്ലാവരും നമ്മളവിടെ സ്നേഹം ചേർന്ന് നിൽക്കും, മറ്റ് ജീവിതകാലന് മൊത്തം കളറായിരിക്കും. ഒരു തേങ്ങയുമില്ല. ഇന്ന് കിടന്നുറങ്ങി നാളെ എണീക്കുന്ന പോലും ഉറപ്പില്ലാത്ത ജീവിതമാണ് നമ്മുടെ ജീവിതം. ആ ജീവിതത്തിലാണ് പരസ്പരം കൂടെ നിൽക്കുന്നവർ നമ്മളെ മറക്കുവോ അല്ലെങ്കിൽ വെറുക്കുവോ എന്ന്, അല്ലെങ്കിൽ വെറുത്തിരുന്നവരെ സ്നേഹിക്കുവോ ഒന്നും നമുക്കറിയത്തില്ല. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പ്രത്യേകിച്ച് ജീവിക്കുന്നത്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ബിസിനസ് സാമ്രാജ്യം എന്തിനാണ് സുനിലേട്ടൻ്റെ പേരിൽ എടുത്തു വെച്ച് സ്നേഹപ്രകടനം കാണിച്ചെന്നുള്ളൊരു ചോദ്യം ഒരു ഇതാണ് എനിക്ക് ഉള്ളത്. ഓക്കെ, അതെനിക്ക് യോജിപ്പില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ഇവൻ്റെയൊക്കെ പേരിൽ എഴുതി വെച്ചു കൊടുത്ത് സാമ്രാജ്യം ഉണ്ടാക്കിയതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ ഗതികേട് വന്നത്. അല്ലെങ്കിൽ ഇവനെയൊക്കെ തള്ളി എറിഞ്ഞിട്ട് സ്വന്തം കാര്യം നോക്കിയാൽ മതിയായിരുന്നു. അതാണ് പറഞ്ഞത്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഭാര്യയും ഭർത്താവൊക്കെ എത്ര ബോണ്ടായിരുന്നാലും അവനവനും അവരവരൊക്കെ ഉണ്ടാക്കുന്ന അവരവർ വെച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ അവസാനം എന്തെങ്കിലും പ്രശ്നങ്ങളാലൊക്കെ ഡിവോഴ്സോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വള്ളിക്കെട്ടാവും. പിന്നെ ഡിവോഴ്സ് കേസ് കോടതിയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ കാര്യത്തിൽ തീരുമാനം വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട സ്വത്തൊക്കെ കിട്ടിയേക്കാം, മേ ബി, അറിയത്തില്ല. എന്തായാലും കൊള്ളാം. ഇവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുക. ഇവർ നല്ല പോലെ സഫർ ചെയ്യുന്നുണ്ട്. ഗതികേട് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് പിന്നെ അവർ ചോദിച്ച ചോദ്യങ്ങളും കറക്റ്റാണ്. അങ്ങനെ സുനിൽ നല്ലവനാണെങ്കിൽ എന്തുകൊണ്ട് കുട്ടികൾ സുനിലിനോട് പോകുന്നില്ല? സുനിൽ എന്തുകൊണ്ട് കുട്ടികളുടെ ആ ഒരു ഇത് ഏറ്റെടുക്കുന്നില്ല?
ഓക്കെ, അപ്പോൾ സുനിൽ വേറെ അപരാധിച്ച് നടക്കുന്നു എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ അവൻ ആ വഴിക്ക് പോയി. അപ്പോൾ ഇവിടെ കുട്ടികൾ അനാഥരായി. ഇതൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ തുടർന്നുള്ള അപ്ഡേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുന്നതാണ്. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, ആൾക്കാരിലേക്ക് എത്തട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ബൈ.